ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തെ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 2-3 വാക്യം. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്ര. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് യേശു പറയുന്ന ഉത്തരമാണ് നമ്മൾ ധ്യാന ചിന്തയിൽ ഈ പകൽക്കാലം എടുക്കുവാനിടയായി തീർന്നത്. യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ജന്മന കുരുടനായ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ജന്മന കുരുടനായി ജനിക്കുന്നു? ജനിച്ചു കഴിഞ്ഞ് കുരുടനായാൽ അവൻ ചെയ്തൊരു പാപമെന്ന് പറയാം. പക്ഷേ ജനിക്കുന്നതിന് മുമ്പ് അവൻ കുരുടനായി എന്തുകൊണ്ട് ജനിച്ചു? ഇനിയും ശേഷം അവൻ്റെ അമ്മയപ്പന്മാരെ പാപം ചെയ്തു എന്ന് പറയാനേ പറ്റൂ. പക്ഷേ യേശു അവരോട് കൊടുക്കുന്ന മറുപടി, അവനോ അവൻ്റെ അമ്മയപ്പന്മാരോ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയല്ല ഈ പൈതൽ, അല്ലെങ്കിൽ ആ കുരുടനായ മനുഷ്യൻ കുരുടനായി കണ്ണു കാണാത്തവനായി ജനിച്ചത്. പക്ഷേ യേശു പറയുകയാണ്, അവൻ അങ്ങനെ ജനിക്കാൻ കാരണം ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിനത്ര. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുമ്പോൾ മനുഷ്യരൊക്കെ വേദനയിലെ, ഭാരത്തിലെ, ദുഃഖത്തിലെ ഒക്കെ കടന്നു പോകുന്നവരാണ്. ഈ വേദനയുടെ ഘട്ടത്തിലാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ദൈവമേ എനിക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ എനിക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് ഈ ശിഷ്യന്മാരെ പോലെ തന്നെ ചോദിക്കുന്ന അനേക അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനെല്ലാം ഈ പകൽക്കാലം ഈ വചനം ഒരു ഉത്തരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിൽ, അതിനു മുൻപിലുമെല്ലാം പരീശന്മാർ വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പൊതുവെയുള്ള ആളുകളുടെ വിശ്വാസം അനുസരിച്ച് രോഗങ്ങൾക്കും വേദനകൾക്കുമെല്ലാം പിന്നിൽ പാപമാണെന്ന്. യോബിൻ്റെ ജീവിതത്തിൽ അതുകൊണ്ടാണ് സ്നേഹിതന്മാർ വന്ന് യോബിൻ്റെ പാപത്തെക്കുറിച്ച് അവനെ ബോധവൽക്കരിക്കാനാണ് ശ്രമിച്ചത്. അപ്പം നീ പാപിയായതുകൊണ്ടാണ് നിനക്ക് ഈ രോഗം വന്നത് എന്നതാണ് അവർ പറഞ്ഞ് അവൻ്റെ മേൽ ഫലിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ യോബ് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്ത പാപമല്ല എന്ന് പറയാനായിട്ട് താൻ ഡിഫെൻഡ് ചെയ്യുന്ന വാക്കുകളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പാപം കൊണ്ട് രോഗമുണ്ടാകുകയില്ല എന്നുള്ളതല്ല ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാ വേദനയുടെയും എല്ലാ രോഗത്തിൻ്റെയും പിന്നിൽ ഒരു പാപം എന്ന പദം കൊണ്ട് വിളിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് യേശു ഇവിടെ പറഞ്ഞത്, അവനോ അവൻ്റെ അമ്മയപ്പന്മാരോ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയല്ല ഈ പൈതൽ ജന്മനാ കുരുടനായി ജനിക്കുവാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ വേദനയുടെയൊക്കെ പിന്നിൽ ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഉണ്ട് എന്നത് ചിലപ്പോൾ നാം തിരിച്ചറിയുന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തു ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോഴാണ് പത്രോസ് തൻ്റെ ബോട്ടുമായി ആ തടാകത്തിൻ്റെ കരയിലേക്ക് വരുന്നത്. ആ കരയിൽ ശൂന്യതയുടെ പടകിൽ നിന്ന് പത്രോസ് വേദനപ്പെട്ട് നിൽക്കുമ്പോഴാണ് യേശു ആ പടകിലേക്ക് കയറുന്നതും ആ പടകിലൊരു നിറമൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കാണുന്നത്. അപ്പോൾ വേദനയുടെ ആഴങ്ങളിൽ നിന്ന പത്രോസിനാണ് അന്ന് വലിയൊരു അത്ഭുതം കാണുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെങ്കിൽ അന്ന് മീൻ കിട്ടാതിരുന്നത്, നിരാശയിലേക്ക് പോയത്, യേശുവുമായി സന്ധിക്കുവാനും ആ ഒരു അത്ഭുതം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനും ആ പടകന്ന് ശൂന്യമായതാ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബിൻ്റെ ജീവിതത്തിൻ്റെ ഇരട്ടി അനുഗ്രഹത്തിന് വേണ്ടി യോബിൻ്റെ ജീവിതം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ജീവിതത്തിൽ നാം പഠിച്ചാൽ 3 ഘട്ടമായിട്ട് മോശയുടെ ജീവിതം പഠിക്കണം. ഒന്ന് മിസ്രൈമിലെ മോശ, 2 മിദ്യാനിലെ മോശ, 3 മരുഭൂമിയിലെ മോശ. പ്രൈസ് ലോർഡ്. മരുഭൂമിയിലെ അനുഗ്രഹീതനായ, ശ്രേഷ്ഠനായ, സൗമ്യനായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുന്ന 25 ലക്ഷത്തിലധികം ജനത്തിൻ്റെ നേതാവായി നിൽക്കുന്ന മോശയുടെ ജീവിതം ആ നിലവാരത്തിലായത് ഹല്ലേലൂയ വേദനയുടെ തീച്ചൂളയുടെ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു മിദ്യാനിയിലെ മോശയും കൂടെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വേദനകൾക്കൊക്കെ പിന്നിൽ പാപമാണ് എന്നുള്ളൊരു ചിന്തയ്ക്ക് പകരം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ഇറക്കി വിടുന്ന ചില വേദനയുടെ മേഖലകൾ ഉണ്ട് എന്നുള്ളും കൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേദനകളുടെ ഇടയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം കൃപയ്ക്കായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ഇവിടെ പറയുന്നത്, സ്തോത്രം, ഇവനിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഇവൻ ഈ വേദനയുടെ അനുഭവത്തിലൂടെ പോകേണ്ടി വന്നു എന്നുള്ളത്. തിരിച്ചൊരു ചോദ്യം, ഒന്നല്ല 1000 ചോദ്യം നമുക്ക് ചോദിക്കാം. എന്തിനാണ് ഇവനെ കുരുടനാക്കി ജനിപ്പിച്ചിട്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്? ഇത് തന്നെ ലാസറിന്റെ വീട്ടിൽ എത്ര ചോദ്യം ആ സഹോദരിമാർ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവുമായിട്ട് ഭയങ്കര ബന്ധമല്ലായിരുന്നു, അനേക അത്ഭുതം ചെയ്തതല്ലേ. ആ യേശുവിന് വന്നു താമസിക്കുവാൻ പലപ്പോഴും നിന്റെ വീടല്ലേ യേശു തിരഞ്ഞെടുത്തത്. എന്നിട്ടും എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ ഈ മരണം നടന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം മാത്രമല്ല, ഒരു 12-ാം അധ്യായം കൂടെ നമ്മൾ വായിക്കണം. 12-ാം അധ്യായത്തിൽ ഒരു വലിയ വിരുന്ന് നടക്കുന്നുണ്ട് ലാസറിന്റെ വീട്ടിൽ. ആ വീട്ടിൽ, ലാസറിന്റെ വീട്ടിലെ വിരുന്നിനകത്ത് 11-ാം അധ്യായത്തിൽ മരിച്ച്, പ്രൈസ് ദി ലോർഡ്, കല്ലറയിൽ 4 ദിവസം നാറ്റം വെച്ച ലാസർ പന്തിയിലിരിക്കുന്നത് കൊണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ആ കുടുംബം ഒരു വലിയ വേദനയിലൂടെ കടന്നുപോയുള്ള സത്യമാണ്. പക്ഷേ 11-ാം അധ്യായത്തിൽ വലിയൊരു സന്തോഷത്തിലൂടെയും ആ കുടുംബം കടന്നു പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില വേദനകൾക്ക് പിന്നിൽ ചോദ്യങ്ങൾ ചോദിച്ച് മുൻപോട്ട് പോകുന്നതിൽ പകരം, കർത്താവേ, ആ വേദനകൾക്ക് പിന്നിലുള്ള ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടുത്തി എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദനകൾക്കൊക്കെ പിന്നിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം വാക്കുകൾ നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മളെ ഉത്തേജിപ്പിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ആയിരങ്ങളോട് മറുപടി പറഞ്ഞ് സമയം കളയാതെ, ദൈവത്തോട് നാം കുറേ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളുടെ അവിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കാതെ, ദൈവത്തിൻ്റെ മുമ്പാകെ, കർത്താവേ, ഹല്ലേലൂയ, ഈ വേദനയ്ക്ക് പിന്നിൽ നിന്റെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമല്ലോ, അത് വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. അവിശ്വാസത്തിലേക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, മറ്റുള്ളവർ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറഞ്ഞ് പിറുപിറുക്കലേക്കൊന്നും നാം നടക്കപ്പെടാതെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, നമ്മൾ ചില വേദനയിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവ് അത് നമുക്ക് ചെയ്തെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ആ ദൈവിക ഉദ്ദേശമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് മറ്റുള്ളവർക്കും നമുക്കും
അന്നൊരു വിടുതലായി മാറത്തക്ക രീതിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വചനം പറഞ്ഞ് ജനത്തെ ഉറപ്പിച്ച് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ജന്മനാ കുരുടനായ മനുഷ്യനെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത് പോലെ ഇവൻ ഈ വേദനയിലൂടെ, ഈ ഭാരത്തിലൂടെ കടന്നു പോകുന്നത് പാപം കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പം അല്ല എന്നും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ ഈ വേദനയിലൂടെ പോകുന്നു എന്നത് അങ്ങവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതവുമായി ഞങ്ങൾ തട്ടിച്ച് ഞങ്ങൾ പോകുന്ന വേദനകൾ, ഭാരങ്ങൾ, ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനും കർത്താവേ ഹല്ലേലൂയ അത് ഞങ്ങളുടെ അനുഗ്രഹത്തിനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതുകൊണ്ട് സ്തോത്രം. അപ്പാ, ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങൾ അവിശ്വാസത്തിലേക്കും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയാകാതെ ദൈവപ്രവൃത്തിക്കായി കാത്തിരുന്ന് കൃപയ്ക്കായി യാചിച്ച് മുന്നോട്ട് പോകുവാൻ ഈ വചനം ജനത്തെയും അടിയനെയും ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്ന സ്തോത്രം, ബഹുത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവദിനത്തിൽ തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.